50 ലക്ഷത്തിന്റെ MDMA-യുമായി യുവതി പിടിയിൽ, അതല്ലെങ്കിൽ യുവാവ് പിടിയിൽ. അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഈ ആഴ്ച തന്നെ പിടിക്കപ്പെട്ട യുവതിയുടെ ചിത്രമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇങ്ങനെ പിടിക്കപ്പെട്ടതിന് ശേഷം ഇവർക്ക് എന്ത് സംഭവിക്കുന്നു, അതല്ലെങ്കിൽ അന്വേഷണം എവിടം വരെ പോകുന്നു എന്നതിനെ കുറിച്ച് കേരളത്തിലെ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള അറിവും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു സാധനം പിടിക്കപ്പെട്ടാൽ അത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കറിയാനും അതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ അന്വേഷണം തന്നെ നടക്കുന്നുണ്ടാവില്ല. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉന്നതരായിരിക്കാം. ഇങ്ങനെ ഇതിന്റെ വേര് തേടിയുള്ള അന്വേഷണം നടത്തിയാൽ പിടിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെ പിടിക്കപ്പെടുകയും അതിനുശേഷമുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആ സ്ത്രീ വളരെ ഭയത്തോടെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ അവരെ പറഞ്ഞ് പറ്റിച്ചതോ അതല്ലെങ്കിൽ കബളിപ്പിച്ചതോ ഇത്ര പൈസ തരാമെന്ന പ്രലോഭനത്തിൽ പെടുത്തി അവരെ കൊണ്ട് കടത്തിക്കുകയോ ചെയ്തതാവാം. ഇനി ഇവർക്ക് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ശിക്ഷ ലഭിക്കുകയും അതല്ലെങ്കിൽ പിഴ ഈടാക്കി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇതുപോലെ പിടിക്കപ്പെടുന്നതും ഇതുപോലെ കേരളത്തിൽ ലഹരി മരുന്നുകൾ വ്യാപിക്കുന്നതും. കഞ്ചാവ് പോലുള്ള ലഹരി മരുന്നുകൾ സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് കേരളം. ആർക്ക് ആവശ്യമുണ്ടെങ്കിലും അത് എത്തിച്ചു തരാൻ ഒരുപാട് ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലഹരി മരുന്നുകളുമായി ഒരുപാട് പ്രതികളെ ദിനം പ്രതി തന്നെ പിടികൂടുന്നുണ്ട്. അതിൽ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കഞ്ചാവുമായി പിടികൂടിയപ്പോൾ ആ പ്രതി പോലീസിനോട് ചോദിച്ചത്, ഞാൻ ആരെയും കൊല്ലുകയോ മറ്റോ ചെയ്തില്ലല്ലോ, കഞ്ചാവ് മാത്രമല്ലേ എന്റെ കയ്യിൽ നിന്നും ലഭിച്ചത് എന്ന്. ആ പ്രതിയെ ഇറക്കാൻ വേണ്ടി വന്ന അവന്റെ പിതാവും പറഞ്ഞത് ഇതേ ഡയലോഗാണ്. എന്റെ മകൻ മറ്റാരെയോ കൊല്ലുകയോ മറ്റെന്തെങ്കിലോ ചെയ്തിരുന്നില്ല. ഈ കാലത്ത് എല്ലാവരിലും സാധാരണമായി ഉണ്ടാവുന്നത് പോലെ കുറച്ച് കഞ്ചാവ് അവന്റെ പക്കൽ നിന്ന് പിടികൂടുകയും അതേപോലെ തന്നെ അവൻ ഉപയോഗിച്ചു എന്നത് മാത്രമല്ലേ അവന്റെ കുറ്റം എന്നാണ്. കാരണം കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഒരു കുറ്റമേ അല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ മാരകമായി ഇതുപോലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് സ്വന്തം മാതാവിനെ വരെ ഗർഭിണിയാക്കിയ സംഭവം വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ വക കാര്യങ്ങളിൽ ഇത്രമാത്രം അലംഭാവം കാണിക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇതിന്റെ വേര് തേടി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നത് ഒരുപാട് ഉന്നതയിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ലഹരിയിൽ പിടികൂടുന്നതോടെ ആ കാര്യങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തു തന്നെയായാലും കഞ്ചാവ് MDMA പോലുള്ള ലഹരി മരുന്നുകൾക്കെതിരെ തീർച്ചയായിട്ടും നമ്മൾ തന്നെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.